ഹായ് ഓൾ. ക്യാൻവ യൂസ് ചെയ്ത് വാട്ടർ റിഫ്ലക്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിസൈൻ സെലക്ട് ചെയ്യാം, ദെൻ എലമെന്റ്സ് സെലക്ട് ചെയ്യാം, ഐലൻഡ് ടൈപ്പ് ചെയ്യാം, ദെൻ ഫോട്ടോസ് ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം. ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാം. ദെൻ ടെക്സ്റ്റ്, ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ഡബ്ല്യു എന്ന ടെക്സ്റ്റ് കൊടുക്കാം. ദെൻ കളർ ചേഞ്ച് ചെയ്യാം, വൈറ്റ് കളർ. ദെൻ ഇമേജ് ടെക്സ്റ്റ് വലുതാക്കാം. ദെൻ എഫക്ട്സ് ഷാഡോസ് കൊടുക്കാം. ഫസ്റ്റ് ഷാഡോയുടെ കളർ ബ്ലാക്ക് കളറായിട്ട് സെറ്റ് ചെയ്യാം. ദെൻ ഓഫ്സെറ്റ്, ഡിറക്ഷൻസ്, ബ്ലർ, ട്രാൻസ്പെറൻസി എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ട്രാൻസ്പെറൻസി 100 ആയിട്ട് സെറ്റ് ചെയ്യാം. ദെൻ ടെക്സ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ലെറ്റർ എ. ദെൻ ലെയേഴ്സ് സെൻഡ് ബാക്ക്വേർഡ്. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ്, ടി ലെറ്റർ, layers backward. Duplicate, letter E, layers backward. Then duplicate, R, letter, layers backward. എല്ലാ ടെക്സ്റ്റും സെലക്ട് ചെയ്യാം, then ഗ്രൂപ്പ് ചെയ്യാം. then copy. നെക്സ്റ്റ് പേജ് സെലക്ട് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം, ബ്ലാക്ക് കളർ, then പേസ്റ്റ് ചെയ്യാം. ഈ ഒരു പേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് PNG യൂസ് ചെയ്ത് സെക്കൻഡ് പേജ് മാത്രം, പേജ് 2 ഡൺ. then ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം, then ഡൗൺലോഡ്. ഇനി പേജ് 1 സെലക്ട് ചെയ്യാം, then നമുക്ക് ആപ്സ് സെലക്ട് ചെയ്യാം. ആപ്സിൽ ട്രാൻസ്ഫോം ഇമേജ് ടൈപ്പ് ചെയ്യാം, then സെലക്ട് ചെയ്യാം. ട്രാൻസ്ഫോം ഇമേജ് സെലക്ട് ചെയ്യാം, ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യാം, then ഡൗൺലോഡ് ചെയ്ത ഇമേജ് സെലക്ട് ചെയ്യാം. then ഇമേജിന്റെ നടുക്ക് മൗസ് പോയിന്റ് വെച്ച് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. സൂം ചെയ്ത് കൊടുക്കാം. then add to design സെലക്ട് ചെയ്യാം. then previous ഇമേജ് ഡിലീറ്റ് ചെയ്ത് കളയാം. then ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, ഫ്ലിപ്പ് വെർട്ടിക്കൽ സെലക്ട് ചെയ്യാം, then റിഫ്ലക്ഷൻ ഇമേജ് ആയിട്ട് സെറ്റ് ചെയ്യാം.
ഹോൾ ഇമേജ് ഗ്രൂപ്പ് ചെയ്ത് ഇമേജ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഗ്രൂപ്പ് ചെയ്യാം. എലമെന്റ്സ് സെലക്ട് ചെയ്യാം. ഷാഡോസ് സെലക്ട് ചെയ്യാം. ബ്ലാക്ക് ഷാഡോസ്, ഗ്രാഫിക്സ്, ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം. ഇമേജിലേക്ക് ഷാഡോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ താഴത്തെ ഇമേജ് സെലക്ട് ചെയ്യാം. എഡിറ്റ്, ആപ്സിൽ സി ഓൾ സെലക്ട് ചെയ്ത് ലിക്വിഫൈ എന്ന ആപ്പ് സെലക്ട് ചെയ്യാം. ദെൻ മെൽറ്റ് സെലക്ട് ചെയ്യാം. മെൽറ്റ് സ്കെയിൽ 1 ആയിട്ട് സെറ്റ് ചെയ്യാം. മെൽറ്റ് എമൗണ്ട് 0.23 ആയിട്ട് സെറ്റ് ചെയ്യാം. ദെൻ സേവ്. ഇനി ഇമേജിന്റെ ട്രാൻസ്പെറൻസി റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഷാഡോ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് വാട്ടർ റിഫ്ലക്ഷൻ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.